ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതായാലും അൺറോസ്റ്റഡ് റവയായാലും നമുക്കിതിലൊന്ന് ഇട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 250 ml കപ്പിൽ 1 കപ്പ്. 2 മിനിറ്റ് നേരം റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഉപ്പുമാവ് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം അവസാനം 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഉപ്പുമാവിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.